ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ഇട്ട് വന്നേക്കണത് കുക്കിംഗ് വീഡിയോ. അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മളിത് അടപ്പ് പോലും കത്തിക്കാണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മെയിൻ സാധനം എൻ്റെ കയ്യിലിരിക്കണ ആ തേങ്ങ ഞാൻ ഒരു 10-12 തവണ എൻ്റെ പുറത്തിട്ട് ആ വാക്കത്തി വെച്ച് കൊട്ടി, പക്ഷേ ഒന്നും നടക്കണില്ല. പിന്നെയാണ് ഞാനത് ഓർത്തത്. അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, ഉള്ളയിൽ ആ ബാക്കിലുള്ള ഒരു കുഴിയില്ലേ, 3-4 കുഴി ഉണ്ടാവും, അങ്ങനെ നമ്മൾ തേങ്ങേൻ്റെ കണ്ണ് എന്നാണ് ഇവിടെ പറയാറുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള കുഴിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പിടിച്ചിട്ട് പൊട്ടനാണെങ്കിൽ എന്തായാലും പൊട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനത് പൊട്ടിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും 10-16 തവണ പൊട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് ആ കത്തി ഇറങ്ങിയിട്ട് നമുക്കത് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഹാഫ് പോർഷനില്ല, എന്നെക്കാളും കുറച്ച് മതി നമുക്ക്. ആകെ ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയുള്ള സ്നാക്കാണ്. മധുരം ഉണ്ടെങ്കിൽ എന്തായാലും തേങ്ങാവെള്ളം ഞങ്ങൾ കുടിക്കാറുണ്ട്. പക്ഷെ മധുരം ഇല്ലെങ്കിൽ അത് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഓർക്കിഡിന് ഒഴിക്കാറാണ് പതിവ്. മമ്മീൻ്റെ പ്ലാനാണ്. ഈ കുറച്ച് മധുരം ഉണ്ടാകുന്നുള്ളൂ, പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയാണ് കുടിച്ചു. അതിനുശേഷം നമ്മൾ തേങ്ങ ചിരവിയെടുത്തു. അടുത്ത മെയിൻ പുള്ളിയാണ് ശർക്കര. അപ്പോൾ ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അവൽ വിളയിച്ചത്, അവൽ നനച്ചത്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ നനച്ചതാണ്. അപ്പോൾ അതിന് കുക്ക് ചെയ്യേണ്ട, തീ കത്തിക്കണ്ട. അതർവൈസ് വിളയിച്ചതാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യണം. ഈ ശർക്കര ഉരുക്കണം, എന്നിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. പിന്നെ നമുക്ക് പരിപാടിയൊന്നുമില്ല, വെള്ളം ഒഴിക്കുക, മിക്സ്. എത്രത്തോളം മിക്സ് ചെയ്യുന്ന അത്രത്തോളം നല്ല ടേസ്റ്റ് ആകും. അങ്ങനെ ഞാൻ കുറേ മിക്സ് ചെയ്തു. വൈകുന്നേരം അതുകൊണ്ട് ഇത് കട്ടൻ ചായൻ്റെ ഒപ്പമാണ് കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയല്ല, നല്ല മധുരമായിരുന്നു. അപ്പോൾ ഷുഗർ പോലും തട്ടിപ്പോകുന്നു. കർത്താവിനറിയാം. ബൈ.